വിടുവാർത്തകളിലേക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. കൊച്ചി, കരിപ്പൂർ, കണ്ണൂർ, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നുള്ള 70-ലേറെ വിമാനങ്ങളാണ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് റദ്ദാക്കിയത്. യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു. എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ മിന്നൽ പണിമുടക്ക് കാരണം നിരവധി യാത്രക്കാരാണ് വലഞ്ഞിരിക്കുന്നത്. രാവിലെ മുതൽ നോക്കിയാൽ 2:05 കൊച്ചി ഷാർജ ഫ്ലൈറ്റ്, അതുപോലെ തന്നെ 7 മണിക്ക് കൊച്ചി ബാംഗ്ലൂർ, 8 മണിക്ക് കൊച്ചി ബഹ്റൈൻ, 8:35 കൊച്ചി ദമാം, 8:50 കൊച്ചി മസ്കറ്റ് എന്നീ ഫ്ലൈറ്റുകളാണ് രാവിലെ ഇവിടെ നിന്നും റദ്ദാക്കിയിരിക്കുന്നത്. ഈ മിന്നൽ പണിമുടക്ക് കാരണം നിരവധി ആളുകളാണ് ബുദ്ധിമുട്ടിലായത്. നിരവധി ആളുകൾക്ക് വളരെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വിദേശത്തേക്ക് പോകേണ്ട ആളുകൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ രാവിലെ ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റുകൾ റദ്ദാക്കിയത് മൂലം വിദേശത്ത് നിന്നും കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റുകളും സ്വാഭാവികമായും റദ്ദാക്കപ്പെടും. 11:50 ഷാർജ കൊച്ചി, 5:45 മസ്കറ്റ് കൊച്ചി, 6 മണിക്കുള്ള ബാംഗ്ലൂർ കൊച്ചി, അതുപോലെ തന്നെ 6:30 ബഹ്റിൻ കൊച്ചി, 7:10 ദമാം കൊച്ചി എന്നീ ഫ്ലൈറ്റുകളും റദ്ദാക്കിയിരിക്കുകയാണ്. രാവിലെ മുതൽ ഇവിടെ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ ഫ്ലൈറ്റ് കയറുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അവർ വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടത്. ഇവരൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത്. അവിടേക്ക് പോകാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഫുൾ ക്രൗഡഡ് ആയിരുന്നു. ഇത്ര നേരം ഒരു 7:30 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് റിസൾട്ട് അറിയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് അടുത്ത ഫ്ലൈറ്റ് എടുത്തോ എന്നുള്ളതാണ് അവർ പറയുന്നത്. റീഫണ്ടിങ്ങിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്ത് തരാമെന്ന്. പോസ്റ്റ്പോൺ ചെയ്ത് തരുന്നത് ഇനി 11-ാം തീയതിക്ക് ശേഷമാണ്. എനിക്ക് നാളെ അവിടെ എത്തേണ്ടത് എമർജൻസിയാണ്. സോ ഞാൻ എക്സ്ട്രാ ഫ്ലൈറ്റ് എടുത്ത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എല്ലാവരും. ഭയങ്കര ഒച്ചപ്പാടും വേളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ തന്നെ പറ്റിയിട്ടില്ല. ഞാൻ പുറത്തായിരുന്നു നിൽക്കണമായിരുന്നു. എനിക്ക് അങ്ങനെ കടക്കാൻ തന്നെ പറ്റിയില്ല. പിന്നെ ഒരു സ്റ്റാഫ് വന്നപ്പോൾ ഞാൻ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത്. അത്രയും പോലും ആ കൗണ്ടറിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. വീണ്ടും ഞാൻ പോയി ചോദിച്ചപ്പോൾ ആ കൗണ്ടറിൽ എനിക്ക് ഭയങ്കര നമ്മളേതാണ്ട് വലിയ തെറ്റ് ചെയ്ത പോലത്തെ ഒരു ഇതാണ് കാണിച്ചത്. ഞാൻ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഞാൻ പോകും. എയർ ഇന്ത്യയുടെ ആളാണെന്ന് അറിയില്ല. അവിടെ ഓഫീസിൽ ഒരു 3-4 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ ലാസ്റ്റ് പോയപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചെന്ന് സംസാരിക്കുമ്പോഴും അവർ പറയണത് അവർ ഒന്നും സംസാരിക്കാൻ തയ്യാറല്ല. എന്തായാലും ഈ എയർ ഇന്ത്യയുടെ ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ മിന്നൽ പണിമുടക്കാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഈ പ്രശ്നത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അലവൻസ് വർദ്ധിപ്പിക്കണം എന്നതാണ് ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി അവർ കൂട്ടത്തോടെ സിക്ക് ലീവ് എടുത്ത് പോവുകയാണ് ഉണ്ടായത്. രാജ്യത്തെ ഏകദേശം 250 ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഇത്തരത്തിൽ സിക്ക് ലീവ് എടുത്ത് പോയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇതൊരു നിയമവിരുദ്ധ സമരമാണ് എന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിൽ അംഗങ്ങൾക്കെതിരെ നടപടികളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും എയർ ഇന്ത്യയുടെ ഔദ്യോഗിക മീറ്റിംഗിനും മറ്റും ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക.